നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കഴിഞ്ഞ ചില ആഴ്ചയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജയിക്കുന്നവരെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ജയിക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഏത് വിചാരത്തെയും പിടിച്ചടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിചാരത്തെ എന്ത് ചെയ്യണം? ജയിക്കണം. സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചാട്ട് 2 Corinthians 10:4. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ശരീരങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസമീർ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. അപ്പൊ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ജയിക്കാൻ സാധിക്കും, എങ്ങനെ പിടിച്ചടക്കാൻ സാധിക്കും ഏത് വിചാരത്തെയും, ഏത് വിഷയത്തെയും, ഏത് പ്രശ്നത്തെയും, ഈ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്ന എല്ലാത്തിനെയും പിടിച്ചെടുക്കുക, പിടിച്ചടക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. ശാരീരികമായി ജഡത്തോട് യുദ്ധം ചെയ്തല്ല പിടിച്ചെടുക്കുന്നത്. ഇത് ആത്മമണ്ഡലത്തിൽ നമുക്ക് പിടിച്ചെടുക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. ജയിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്തിനു വേണ്ടി ജയിക്കണം? ഭർത്താവിനോടും ഭാര്യയോടും ജയിക്കാനോ, അല്ല മക്കളോട് ജയിക്കാനോ, നാട്ടുകാരോട് ജയിക്കാനോ, അതാണ് നമ്മുടെ ചിന്തയിൽ പെട്ടെന്ന് ഓടി വരുന്നത്. നോ, അതല്ല നമ്മുടെ വിജയം. ഏത് വിചാരത്തെ പിടിച്ചടക്കണം, സങ്കല്പങ്ങളെ പിടിച്ചടക്കണം. ഓക്കെ, അതിനകത്ത് തന്നെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊക്കെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. ഓക്കെ, പൊങ്ങുന്ന എല്ലാ ഉയർച്ച ഇടിച്ചു കളയണം. കോട്ടകളാണ് നിങ്ങളുടെ ചുറ്റിനും ഇരിക്കുന്നത്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അവയാൽ സങ്കല്പങ്ങൾ, ഒരു സ്ഥലത്ത് സങ്കല്പങ്ങൾ. 1, ദൈവവചനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ച ഇടിച്ചു കളയണം. 3, വിചാരങ്ങളെ ഇടിച്ചു കളയണം. നമ്മുടെ രോഗം, ദുഃഖം, ഈ സങ്കടം, അല്ലെന്നുണ്ടെ പോവർട്ടി, ഇതിനെയൊക്കെ നമ്മൾ ഇടിച്ചു കളയണം. ആ ചിന്തകൾക്കപ്പുറത്ത് വേറൊന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന മുറിയുടെ അകത്തിരുന്നു കൊണ്ട് നിങ്ങൾ വിചാരപ്പെട്ടത് കൊണ്ട് നമുക്ക് ഒന്നും നടക്കത്തില്ല. അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇതിനെ പിടിച്ചടക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായി പോകുന്നതും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്മരണ എന്ന സഭയെക്കുറിച്ചാണ്. സ്മരണ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്മരണയുടെ അതിൻ്റെ 8 ഇതിനകത്ത് ഏറ്റവും ചുരുങ്ങിയ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒരു സഭയാണ് സ്മരണ സഭ. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് അതൊന്ന് വായിച്ചതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് പോവുകയാണ്. കർത്താവദാസ് എന്ന് വായിച്ചാട്ട് റെവലേഷൻ 2:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന്റെ പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. ഓക്കെ, നമുക്ക് സ്മരണ എന്ന സഭ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ആദ്യം തന്നെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രത്യേകം പറഞ്ഞ ഒരു വിഷയമുണ്ട്.
യേശു കർത്താവാണ് ഈ ലെറ്റർ എഴുതിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞ വാക്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുന്നതാണ്. എഴുതിയിരിക്കുന്നത് യോഹന്നാനാണ്. അപ്പോൾ നോക്കണം, ആരോട് എഴുതിയിരിക്കുന്നു എന്ന് നോക്കണം. അവിടെ പറയുന്നത് സ്മരണയിലെ സഭയുടെ ദൂതൻ എഴുതുക. അത് പാസ്റ്ററാണോളവരറിയാം. ആരാണ് എഴുതുന്നത്? മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനും ആയവൻ അരുളി ചെയ്യുന്നത്. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് നോക്കണം. ആദ്യം തന്നെ പ്രൈസ് ദി ലോർഡ്. മരിച്ചവനായിരുന്നു, ജീവിക്കുന്നു. ആ ധ്വനിയിൽ തന്നെ ഓർത്തു കൊള്ളണം, മരണം കൈവരിച്ചവനായിരുന്നു, ഞാൻ വീണ്ടും ജീവിക്കുന്നു. എൻ്റെ പ്രശ്നത്തിൽ എനിക്കൊരു ജീവൻ ഉണ്ടാകും. എൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ വീണ്ടും ജീവിക്കും. ആ എഴുത്തിൻ്റെ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത്. പ്രവചന ആത്മാവിൽ കർത്താവ് നമ്മളോട് പറയുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ വീണ്ടും ജീവിക്കുന്നു. നിന്റെ പ്രശ്നത്തിന് ഇന്ന് പരിഹാരമുണ്ട്, നീ വീണ്ടും ജീവിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പറയുന്നത് എന്താണ്? ഞാൻ ആദ്യനും അന്ത്യനുമായവനാണ് ചെയ്യുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. അതിൻ്റെ 1:8-18 ഒന്ന് വായിച്ച മാമേ. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആരാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് എനിക്ക് പരിഹാരമുണ്ടാകുമോ? ദൈവമക്കളെ, ഇത് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവൻ. നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം. നമ്മൾ ഓരോരുത്തരും, എന്നെ കേൾക്കുന്നവരും ഇപ്പോൾ കേൾക്കാനിരിക്കുന്നവരും അനുഗ്രഹം പ്രാപിക്കണം. അതിനുള്ള മാർഗം എന്താണ്? ഇതിനകത്തിൻ്റെ സാരം നമ്മൾ അറിയണം. അല്ലെന്നുണ്ടെങ്കിൽ റെവലേഷൻ അറിയണം. ഇതിനകത്തിൽ കൂടി നമ്മളെ കുറിച്ചുള്ള ദൂത് നമ്മൾ അറിയണം. നമ്മളോട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ ആൽഫയാകുന്നു എന്ന് പറഞ്ഞാൽ A to Z ഞാനാകുന്നു. ഇതിനോട് ഇടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനോട് ഇടയ്ക്ക് പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോയെന്നിരിക്കും. അതല്ല കർത്താവ് പറയുന്നത്. നമുക്ക് ഒരാൾക്ക് സ്കൂളിലോ കോളേജിലോ അല്ല 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ 2ാം ക്ലാസ്സിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിന് പല കാര്യങ്ങളിലൂടെ കടക്കേണ്ടതായിട്ടുണ്ട്. പലത് പഠിക്കാനുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതിനകത്ത് പരീക്ഷകളുണ്ട്. ഇതെല്ലാം ജയിച്ചു വേണം അടുത്ത ഗ്രേഡിലേക്ക് അത് കയറുവാൻ. പ്രിയ ദൈവമക്കളെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയം കർത്താവ് പറയുന്നത് ഞാൻ A to Z ആണ്. A to H എന്നല്ല പറഞ്ഞിരിക്കുന്നത്, A to B എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളെ, അതിനകത്തിൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ എന്ന് പറഞ്ഞാൽ ആദ്യം അൽഫയും ഒമേഗയും ആകുന്നു. ഹീബ്രു ലെറ്റേഴ്സ് ആണത്. അതിനുശേഷം പറയാണ് വരുവാനുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ സർവശക്തനാണ് എന്നോട് അരുളി ചെയ്യുന്നത്. ഇത് നമ്മൾ കേൾക്കണം. ആരോടാണ് പറയുന്നത്? സർവശക്തനായ ദൈവമാണ് എന്നോട് പറയുന്നത്. എൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ട്, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ട്. അത് ഇപ്പോൾ തന്നെ നടക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളോടാണ് ഈ ദൂത്. ഏറ്റെടുത്തുകൊള്ളുക. വീണ്ടും 18ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 18ാമത്തെ വാക്യം വായിച്ച മാമേ. നീ വിചാരിക്കും ഇത് തീർന്നു, ഇനിയും ഉയർച്ച ഉണ്ടാകത്തില്ല, ഇതിന് മുന്നോട്ടൊരു പോക്കില്ല, ഇതോടുകൂടി അവസാനിക്കുകയാണ്. കർത്താവ് പറയുന്ന അതിൻ്റെ എല്ലാം താക്കോൽ എൻ്റെ കയ്യിലുള്ളത്. നീ പറയുന്നു ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കർത്താവ് പറയുന്നത് അതിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുള്ളത്. നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ മരിച്ചവരായിരുന്നു, എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമാണുള്ളത്. നീ ചിന്തിക്കും
നിന്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ, നിന്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ, നിന്റെ ഭാര്യയുടെ വിഷയത്തിൽ, നിന്റെ മാതാവിൻ്റെ പിതാവിൻ്റെ വിഷയത്തിൽ നീ ഭാരപ്പെടുന്നെങ്കിൽ ഇനിയും ഒരു മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയാണ്, അതിൻ്റെ വാക്കുകൾ എൻ്റെ കൈവശമാണ് ഉള്ളത്, നീ ഭയപ്പെടണ്ട. എത്ര പേര് ഇത് വിശ്വസിച്ച് ഏറ്റെടുത്തിട്ട് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ സാധിക്കും? പ്രിയ ദൈവമക്കളെ, വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നമുക്കിത് ജീവൻ കിട്ടും. വളരെ സിമ്പിളായിട്ട്, ഇതിനകത്ത് കൂടുതൽ ലോജിക്കൊന്നും കൊടുക്കണ്ട. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ എവിടെ കിടക്കത്തില്ല? സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമാകത്തില്ല. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്കും അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുന്നു. എനിക്ക് അനുഗ്രഹം ഞാൻ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്കും പ്രാപിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ട് ചിന്തിക്കുക. ഇതിന് കൂടുതൽ വ്യാഖ്യാനങ്ങളോ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് കൂടെ കയറിപ്പോകുക, ഇതിൻ്റെ ഒന്നും ആവശ്യം ഞാൻ കാണുന്നില്ല. വളരെ സിമ്പിളായി. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇത് വായിച്ചാൽ മനസ്സിലാക്കിയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും, അത് പ്രമാണിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം, അതിന് ഞാൻ എന്തോ ചെയ്യണം? ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ കാര്യം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ 9-ാമത്തെ ഞാൻ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, അറിയുന്നു. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ മാമേ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അപ്പോൾ ഇനി ഞാൻ ഈ കർത്താവ് അറിയുന്നു എന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അതിന് താഴോട്ട് എഴുതുക. കർത്താവ് അറിയുന്നു എന്നെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ അറിയുന്നു? നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിനക്ക് ജോലിയില്ലാതിരിക്കുന്ന ദാരിദ്ര്യം ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരല്ല യഹൂദന്മാരെന്ന് പറയുന്നെങ്കിലും യഹൂദന്മാരല്ലാത്തവരെ ഞാൻ അറിയുന്നു. ക്രിസ്ത്യാനി എന്ന് പേരുണ്ടെങ്കിലും ക്രിസ്തുവിനെ അനുഗമിക്കാത്തവരാണെന്ന് പറയുന്നവർ നിന്റെ കൂടെ ഉണ്ട്, അവരെ ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നീ പറയുന്നു അവർ രക്ഷിക്കപ്പെടുന്നത് കർത്താവേ രക്ഷിക്കൊണ്ടുവരുന്നത്, അത് ഞാൻ അറിയുന്നു. ക്രിസ്ത്യാനി എന്ന് പേരുണ്ട്. മുമ്പേ കർത്താവ് ദാസം പറഞ്ഞവർ ക്രിസ്ത്യാനി എന്ന് പേരുണ്ട്. പണ്ടതിന്റെ ക്രിസ്ത്യാനിയാണോ? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണോ? അല്ല. ഞാൻ സ്നാനപ്പെടാൻ നേരത്ത് 1996 ഒക്ടോബറിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാനായിട്ട് സെപ്റ്റംബറിൽ സ്നാനപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിന് മുമ്പ് തന്നെ സ്നാനപ്പെടാൻ പറഞ്ഞു. ഞാൻ ധൃതി വെച്ചെന്നുണ്ടെങ്കിലും പാസ്റ്റർ പറഞ്ഞു അതിന് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടാനുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ 25-ാം തീയതി മാറ്റി വെച്ചു. അപ്പം ഞാൻ എൻ്റെ കൂടെ യാക്കോബായിൽ ആയിരുന്ന എല്ലാവരെയും ഞാൻ വിളിച്ചു. എനിക്കറിയാവുന്ന എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാകാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതുവരെ അപ്പം നീ ക്രിസ്ത്യാനി അല്ലായിരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് തോന്നിയിട്ടില്ല, ഇതുവരെ ഞാൻ യാക്കോബാകാരനായിരുന്നു. ഇനിയിപ്പം ഞാൻ ക്രിസ്ത്യാനിയാകാൻ പോവുകയാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാകാൻ പോവുകയാണ്. ക്രിസ്ത്യാനി എന്ന് പേരില്ലയോ? ക്രിസ്ത്യാനി അല്ലാത്തവരെ ഞാൻ അറിയുന്നു. നീ പറയുന്നുണ്ട് ഓ അവിടെ ഇല്ലയോ ദൈവം, ഇവിടെ ഇല്ലയോ ദൈവം, അവരെ ഞാൻ അറിയുന്നുണ്ട്. നീ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ മകനെ മകളെ ഞാൻ അറിയുന്നുണ്ട്. നിന്റെ കഷ്ടത ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ദാരിദ്ര്യം, നിന്റെ ജോലിയില്ലായ്മ ഞാൻ അറിയുന്നുണ്ട്. ഇന്നലെ എൻ്റെ ഗരാജ് തുറന്ന് ഏതാണ്ട് ട്രാഷ് കളയാനായിട്ട് ഞാൻ അങ്ങോട്ട് പോകണേ. എൻ്റെ തൊട്ട അയൽവക്കത്തെ മനുഷ്യനോട് വീഴുമ്പോൾ അവിടെ അയാളുടെ ഫെൻസ് തുറന്നിട്ട് ഒരു ചെറിയ ചെടിയുണ്ട്, ചെറിയ എടിയല്ല വലിയ എടിയായിരുന്നു, അതിൻ്റെ കുറ്റി മറിച്ച് കളയുന്നതിന് ഇത് ശബ്ദം കേട്ടോണ്ട അവിടെ വണ്ടി കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ചെന്നു. കഥ ഗരാജ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതേലോട്ടൊരു കയറ് കെട്ടിയിട്ട് ആ കുറ്റിയിലോട്ട് കയറ് കെട്ടിയിട്ട് ഈ അങ്ങനെ ട്രക്ക് കൊണ്ട് വലിക്കുമായിരുന്നു. ആ കയറാണ് പൊട്ടിപ്പോയി. പിന്നെ ഞാൻ ചോദിച്ചു നീ എന്താ ചെയ്യുന്നത്? പറഞ്ഞു ഈ കുറ്റി പിഴുത് കളയാൻ പോവുക. ഞാൻ ചോദിച്ചു ഈ കുറ്റി പിഴുത് കളയുന്നത് അത് നല്ല ചെടിയായിരുന്നല്ലോ, എൻ്റെ വൈഫ് എപ്പോഴും പറയാറുണ്ട് ഇത് നല്ല ചെടിയാണെന്ന്. ഞാൻ പറഞ്ഞു ഇത് നിൽക്കുന്ന കാരണം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇപ്പം ജോലിയില്ല,
ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യാനായിട്ട് പോവാം. കുറച്ച് നേരം യാർഡിനകത്തോട്ട് കുറച്ച് നേരം ഞാൻ നോക്കിയിട്ടുണ്ടെ പോട്ടിങ് സോയിലിൻ്റെ ചാക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചതുരത്തിൽ അതിൻ്റെ മുകൾ വശം കീറിയിട്ട് ഏതാണ്ട് കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ഇവിടെയായിട്ട് യാർഡിലൊക്കെ വീണ്ടും വെച്ചിട്ടുണ്ട്. എന്തു പറ്റി? ഇതുവരെ കൃഷി ചെയ്യാത്തവരൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. എന്തായി? ജോലി ഇല്ലാന്ന് മനസ്സിലായി. നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു. അപ്പോൾ അത് പിഴുത് വരാൻ പറ്റാത്തതിന് ഞാനും കൊടുക്കേണ്ടി വരും. കുറച്ച് ടൂൾസൊക്കെ കൊടുത്ത് ഒടുവിൽ അത് പിഴുതെടുത്ത് കളഞ്ഞു. ഫെൻസൊക്കെ ഫിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നിന്റെ ജോലിയില്ലായ്മ, നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. കർത്താവ് പറയുന്നു, നീ കരയണ്ട, നിന്റെ വിവരം ഞാൻ അറിയുന്നു, നീ വിചാരപ്പെടണ്ട, ഞാൻ അറിയുന്നു, നീ ഇതിനെ ജയിക്കണം. പ്രൈസലോട് അറിയുന്നു. പിന്നെ പറയുന്നു എന്താണ്? നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട് പ്രൈസ്. ക്രിസ്ത്യാനി എന്ന് പേരുണ്ട്, ക്രിസ്ത്യാനി അല്ലാതാനും അവനെ ഞാൻ അറിയുന്നു. പറയുന്നതാണ് സാത്താൻ്റെ പള്ളിക്കാരന് ദൂഷണവും ഞാൻ അറിയുന്നു. അതാരാണ് സാത്താൻ്റെ പള്ളിക്കാരൻ? നിന്നെക്കുറിച്ച് ദൂഷണം പറയുന്നത് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരമ്മാമ്മ മിക്കവാറും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, എന്നെ അവർ പള്ളിയിലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ട്രസ്റ്റി വന്ന് എന്നെ ചീത്ത വിളിച്ചു, ഒരുപാട് ആർഗ്യുമെൻറ്റ് നടത്തിയിട്ട് പോയി. പിന്നെ നാട്ടുകാർ വന്നിട്ട് ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഇവരുടെ പറയുന്ന എല്ലാ ദൂഷണവും ഞാൻ അറിയുന്നു. പ്രയോജനോട് ഞാൻ അറിയുന്നു. പിന്നെ അതിനിടയ്ക്ക് ഒരു കോംപ്ലിമെന്റ് കൊടുത്തിട്ടുണ്ട്. നീ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ ധനവാനാണെന്നുള്ള വിവരം. നീ ഭയങ്കരമായിട്ട് സമ്പന്നനാണ്, സമ്പന്നത പ്രാപിച്ചവളുമാണ് എന്ന് ഞാൻ അറിയുന്നു. എന്താണ് സ്മരണ? സ്മരണ എവിടെയാണ്? പ്രൈസലോട് സ്മരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്പ് എന്നാണ്. സ്തോത്രം. എന്താണ് ഈ കയ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പക്ഷേ നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടേ, 2-ാം അധ്യായത്തിൽ മൂന്ന് പേരെ നമുക്കവിടെ കാണാൻ സാധിക്കും. അവർ 3 പേരൊന്നുമല്ല വന്ന്, ഒരുപാട് പേരൊക്കെയാണ് വന്നിരിക്കുന്നത്. കിഴക്ക് നിന്ന് നക്ഷത്രം കണ്ടിട്ട് ചിലർ വരുന്നുണ്ട്. അതിനകത്തിൽ 3 പേരെ കാണിച്ചിരിക്കുന്നത് അവരതിൻ്റെ പ്രധാനികൾ എന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസലോട് അത് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അവനോട് പിന്നെ അവൻ്റെ 9 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു. 2-ന്റെ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. വീണ്ടും അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. മതി. അപ്പൊ പൊന്ന് മൂര് കുന്തിരിക്കം കാഴ്ചവെച്ചു. മർ എന്ന് പറയുന്നതാണ് മൂര് എന്ന് പറയുന്നത്. സ്മരണ മർ എന്നാണ്. മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ സ്മരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്പ് എന്നാണ്. എന്നാൽ ഈ മൂര എന്ന് പറയുന്നത് ഭയങ്കര സുഗന്ധം വീശുന്ന ഒന്നാണ്. അപ്പോ ഈ കയ്പിന്റെ അനുഭവത്തിൽ നീ സുഗന്ധം വീശുന്നു. അപ്പോൾ ഇത് കഴിക്കുന്ന ഒന്നാണ്, കയ്പിന്റെ അനുഭവമുള്ളതാണ്, പക്ഷെ സുഗന്ധം വീശുന്ന ഒന്നാണ്. സ്മരണ എന്ന് പറഞ്ഞ വീടിന്റെ അർത്ഥം തന്നെ. ഇനി നോക്കണം, ഇത് എഫേസോസ് സഭയുടെ അടുക്കുന്ന, എഫേസോസിൽ നിന്ന് 35 മൈൽ ദൂരെയുള്ള വെസ്റ്റ് കോസ്റ്റിലുള്ള ഏഷ്യ മൈനറിലുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ പ്രത്യേകത ഇത് അവിടുത്തെ അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. സ്മരണ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. പ്രയോജനോട് ആയിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത് ഓർണമെന്റ്സ് ഓഫ് ഏഷ്യ എന്നാണ് വിളിച്ചിരുന്നത്. ഓർണമെന്റ്സ് ഓഫ് ഏഷ്യ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. അപ്പൊ അത്രയ്ക്കും മനോഹരമായിരുന്നു. പക്ഷെ ഏതിൽ കൂടിയാണ് കടന്നു പോകുന്നത്? കയ്പിൽ കൂടി. ദൈവമക്കളെ, നീ കയ്പിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് നോക്കുമ്പോൾ യു ആർ ദ ഓർണമെന്റ്. കർത്താവ് നിന്നെ കാണുന്നത് വളരെ മനോഹരമായിട്ടാണ് കാണുന്നത്. കർത്താവ് നിന്നെ കാണുന്നത് നീ ധനവാനായിട്ടാണ് കാണുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവ് കാണുന്നത് പോലെ നിങ്ങൾ കാണാൻ പഠിക്കണം. അപ്പോഴാണ് നിങ്ങൾ ഈ പ്രശ്നത്തെ ജയിക്കുന്നത്.
നമുക്ക് ജയിക്കാൻ പറ്റാത്ത എന്നറിയാമോ? കർത്താവ് കാണുന്നത് പോലെ കാണാത്തത് കൊണ്ടാണ് നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കാത്തത്. പ്രൈസലോട്. അടുത്തത് സ്തോത്രം. ഇനി ഞാൻ അടുത്ത 10ാമത്തെ വാക്യം പറയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. പ്രൈസലോട്. അതെന്താ പറഞ്ഞതിനർത്ഥം? ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിലെ 10ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വായിച്ച്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും. വായിച്ചോ മമ്മേ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പോ നിന്നെ സഹായിക്കും, താങ്ങും, വലം കൈകൊണ്ട് താങ്ങും എന്ന് പറഞ്ഞാൽ പ്രതികൂലത്തിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറയുന്ന ആരാണ്? പ്രശ്നത്തിൽ കൂടെ പോകുന്ന ഒരാളോട്. നല്ലതായി പോകുന്ന ഒരാളോട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പ്രതികൂലത്തിൽ കൂടെ പോകുന്നത് നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനെ പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. നോക്കിക്കോണം, പരീക്ഷിക്കേണ്ടതിന് ഏറ്റവും കൂടുതലായി വന്നത് നമുക്കറിയാവുന്നതാണ്. തിരുവചനത്തിൽ കാണാൻ പറ്റുന്നത് ഇയ്യോബിനെയാണ്. ഇയ്യോബിനെ ഉള്ള പരീക്ഷ ഭയങ്കരമായിരുന്നു. സ്വത്രം 10 മക്കളാണ് ഒരുപോലെ മരിച്ചു വീണത്. സകലതും നശിച്ചു. ഭാര്യ പറഞ്ഞു, നീ ദൈവത്തെ വിട്ടിട്ട് നീ പോയി മരിച്ചു കളയാൻ പറഞ്ഞു, സൂസൈഡ് ചെയ്യാൻ പോലും പറഞ്ഞു കഴിഞ്ഞു. പ്രൈസലോട്. അങ്ങനെയുള്ള പരീക്ഷയിൽ കൂടി കടന്നു പോയവരോടും പറയുന്നത് എന്താണ്? ഭയപ്പെടേണ്ട, നീ സഹിപ്പാനുള്ള വേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് ചിലരെ തടവിലാക്കാൻ പോകുന്നു. പിശാച് ഇയ്യോബിനെ തടവിലാക്കിയ വിഷയം നമുക്കറിയാം. പിശാച് യോഹന്നാനെ തടവിലാക്കിയ വിഷയം, യോഹന്നാന്റെ കാര്യമല്ല, പത്രോസിനെ തടവിലാക്കി. എങ്ങനെയാണ്? പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ് പത്രോസ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ ഇടയായിത്തീരുന്നു എന്ന കർത്താവ് അവനെ തിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുമ്പോൾ തള്ളി പറഞ്ഞിട്ട് പോകുവാൻ ഇടയാകരുത്. പ്രൈസലോട്. നീ ഭയപ്പെടേണ്ട. പിശാച്, പത്രോസിനോട് യേശു പറയുന്നത്, പിശാച് നിങ്ങളെ ഗോതമ്പ് പോലെ മാറ്റുവാൻ എന്നോട് അനുവാദം ചോദിച്ചു. നിങ്ങളുടെ വിശ്വാസം പോയിപ്പോകാതിരിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. പ്രൈസലോട്. ദൈവമക്കളെ, ഇതിനകത്തിൽ എന്താണ് ആവശ്യമായിരിക്കുന്നത്? വിശ്വാസമാണ് ആവശ്യമായിരിക്കുന്നത്. ഇതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഭയപ്പെടണ്ട, പേടിക്കണ്ട എന്ന് കർത്താവ് പറയുന്ന വാക്ക്. കർത്താവ് എന്താണ്? ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, ഞാൻ മരിച്ചവനായിരുന്നു എന്നും ജീവിക്കുന്നവനാണ്. പ്രൈസലോട്. മരണത്തിന്റെ വാക്കോൽ എന്റെ കൈവശമുണ്ട്, പണവാളത്തിന്റെ വാക്കോൽ എന്റെ കൈവശമുണ്ട്. നീ ഭയപ്പെടണ്ട. നീ പോകുന്ന പ്രതികൂലത്തിന് ഭയപ്പെടണ്ട. നീ ജയിക്കുക തന്നെ ചെയ്യും. നിന്നെ ജയിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. പ്രൈസലോട്. ദൈവമക്കളെ, നാം അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിലും ജയിക്കുവാൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കണം. എനിക്ക് ജയിക്കണം. ഈ ഒരു മനോഭാവം നമ്മളെ ഭരിക്കേണ്ട ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസലോട്. എന്നിട്ട് പറയുന്നു, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. പ്രൈസലോട്. എന്തിനാണ് ഈ ഉപദ്രവത്തിന് അനുവദിച്ചിരിക്കുന്നത്? ഉപദ്രവത്തിന് അനുവദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഉപദ്രവം എന്ന് പറയുന്ന ഉടനെ പിശാച് പരീക്ഷിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? 1-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി. ദുഷ്ടന്മാർ എങ്ങനെയാണ്? കാറ്റ് പാറ്റിയാൽ ദുഷ്ടന്മാരെന്ത് പറ്റും? പതിര് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിരിന് എന്ത് പറ്റുന്ന? പതിര് പാറി അങ്ങ് പോകും. പതിര് പാറ്റുന്നവൻ്റെ കാലിൻ്റെ കാൽക്കൽ വീഴത്തില്ല. നിങ്ങൾ എത്ര പേര് കൊയ്ത്ത് സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ കാലത്ത്, ഇപ്പം ഞങ്ങൾക്ക് ഇതൊന്നുമില്ല, കാരണം കൃഷിയൊന്നുമില്ല. എൻ്റെ ഫാദറിന് തന്നെ ഇപ്പം 88-89 വയസ്സായി. എൻ്റെ വല്യപ്പച്ചൻ്റെ കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടത്തിലെല്ലാം കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നെല്ല് ഉണങ്ങിക്കഴിഞ്ഞ് നെല്ല് ഇങ്ങനെ കാറ്റത്ത് തൂറ്റുക എന്ന് പറയും. ഇങ്ങനെ തൂറ്റുക എന്നാണ് പറയുന്നത്. അങ്ങനെ തൂറ്റുന്ന ഉടനെ പതിര് മുന്നോട്ട് പോകും കാറ്റത്ത്. എന്നിട്ട് നെൽമണി കാലിന് ചൂട്ടിലോട്ട് വീഴും. ആ പാറ്റുന്ന ആളിൻ്റെ അടുക്കൽ. അപ്പം കാറ്റ് പാറ്റുന്ന പതിർ പോലെ എത്ര നിങ്ങളുടെ ജീവിതത്തിൽ കാറ്റ് വരുന്നത് എന്തിനാണ്? പതിര് പോകാൻ വേണ്ടിയാണ്.
കർത്താവിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ പറഞ്ഞു, പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. മണി എന്ത് ചെയ്യും? ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. പ്രിയ ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ കാറ്റ് വരുന്നു എന്നുണ്ടെങ്കിൽ ഭയപ്പെടരുത്. നിന്നിലുള്ള പതിരിനെ മാറ്റുന്ന സമയമാണ്. പ്രൈസലോട് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു ഞാൻ അറിയത്തില്ല. നിങ്ങളോടുള്ള ഇന്ന് അഭിമുഖീകരിക്കുന്ന ദൈവജനത്തോടുള്ള ദൂതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കാറ്റ് അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാറ്റിൻ്റെ ജോലി നിന്റെ ജീവിതത്തിലെ പതിര് മാറ്റുക എന്നുള്ളതാണ്. ആ പതിര് എന്തിനു വേണ്ടിയുള്ളതാണ്? അത് തീയിലിട്ട് ചുട്ടുകളയാൻ എന്ന് പറഞ്ഞാൽ അത് കൊള്ളത്തില്ല നിന്റെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ പതിരിരുന്നാൽ കർത്താവിന് മണിയായി, അല്ലെന്നുണ്ടെങ്കിൽ ഉടമസ്ഥന് മണിയായി കളപ്പുരയിൽ കൂട്ടിവെക്കാൻ പറ്റത്തില്ല. എന്നെ കളപ്പുരയിൽ കൂട്ടിവെക്കണമെന്നുണ്ടെങ്കിൽ എന്നിലുള്ള പതിര് ദിനംപ്രതി പതിരിനെ മാറ്റിക്കളയണം. അതിന് കാറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. പതിര് പോകണമെന്നുണ്ടെങ്കിൽ യോബിൻ്റെ ജീവിതത്തിൽ പതിര് മാറി. പ്രൈസ് ദി ലോർഡ്. ഭയം മാറി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പേടിച്ചത് 3:21 വായിച്ച് 25 വായിച്ച് യോബിന്റെ പുസ്തകം 3:25. എന്തായിരുന്നു ഭയപ്പെട്ടിരുന്നത്? അതിന്റെ 1:5 വായിച്ച് അന്നേരം മനസ്സിലാകും. എന്തായിരുന്നു ഭയപ്പെട്ടിരുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചായിരുന്നു ഭയം. കുഞ്ഞുങ്ങളെ കുറിച്ചായിരുന്നു ഭയം. ഈ ഭയം കാരണം എന്ത് ചെയ്തു? പിശാചിന് ഡോർ തുറന്നു കൊടുത്തു. ഇന്ന് എല്ലാവരും ഭയക്കുന്നവരാണ്. അവരുടെ കുടുംബത്തിലുള്ള വിഷയത്തിന് വേണ്ടിയാണ് ഭയക്കുന്നത്. ഭയക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പിശാചിന് ഡോർ തുറന്നു കൊടുക്കും. അതുകൊണ്ടാണ് കർത്താവ് യോബിനോട് ചോദിക്കുന്നത്, കർത്താവ് പിശാചിനോട് ചോദിക്കുന്നത്, യഹോവയായ ദൈവം കാര്യം വയ്ക്കുന്നത്, നീ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? കാരണം യോബ് ഭയപ്പെട്ടു. ദൈവമക്കളെ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നീ സഹിപ്പാനുള്ളത് ഭയപ്പെടണ്ട. നീ ഭയപ്പെടണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. എന്തുകൊണ്ടാണ് യോബിന്റെ ജീവിതത്തിലേക്ക് ഇതെല്ലാം പ്രശ്നം വന്നത്? ഭയം. ഈ ഭയം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. ഇതിനെ പിടിച്ചടക്കണം. ഇതിന് മുന്നോടിയായിട്ടാണ് കർത്താവിന്റെ ദാസനിൽ കൂടി ഇത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ഭയം മാറ്റിക്കളഞ്ഞിട്ട് സ്തോത്രം. ഇവിടെ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ട, പിശാച് നിങ്ങളെ ചില തടവിലാക്കാൻ പോകുന്നു. 10 ദിവസത്തേക്ക്, നിങ്ങൾക്ക് ചില ദിവസത്തേക്ക് അല്ല, നിങ്ങളുടെ ചുരുങ്ങിയ നാളത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവം ഉണ്ടാകും. പക്ഷെ എന്നുണ്ടെങ്കിൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. എനിക്ക് ജീവകിരീടം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നെഞ്ചത്ത് കരം വെച്ചിട്ട് പറഞ്ഞാട്ടെ, എനിക്ക് ജീവകിരീടം പ്രാപിക്കണം. ഞാൻ എന്ത് ചെയ്യണം? വിശ്വസ്തനായിരിക്കണം. എങ്ങനെ? ഇതിനെ ജയിക്കണം. ഏത് വിചാരത്തെയും ജയിക്കണം. എനിക്ക് പ്രതികൂലമായി വരുന്ന കഷ്ടതയെ ഞാൻ ജയിക്കണം. എനിക്ക് ദാരിദ്ര്യത്തെ ഞാൻ ജയിക്കണം. യഹൂദന്മാരെന്ന് കള്ളം പറയുന്നവരെ എനിക്ക് ജയിക്കണം. സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണത്തിന് ഞാൻ ജയിക്കണം. ഹല്ലേലൂയ. എന്നെ കുറിച്ച് പറയുന്ന ദൂഷണത്തിൽ നിന്ന് ഞാൻ ജയിക്കണം. ഇതൊന്നൊക്കെയും ജയിക്കുവാൻ എന്താണ്? ഭയപ്പെടരുത്. നിന്റെ കർത്താവ് ഹല്ലേലൂയ മരണത്തിന്റെയും പാതാളത്തിന്റെയും തണക്കോലുള്ളവനാണ് പറയുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്നത്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്യുന്നവൻ പറയുന്നത് എന്താണ്? നീ ഭയപ്പെടരുത്. മരണത്തിന്റെ താക്കോലും പാതാളത്തിന്റെ താക്കോലും എൻ്റെ കൈവശമുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു. ഞാൻ ഈ കഷ്ടതയിലൂടെ പോയവനായിരുന്നു. നീ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിലൂടെയും ഞാൻ പോയവനായിരുന്നു. എന്നെ മാനസികമായി തളർത്തിയതായിരുന്നു. നോക്കെ, കർത്താവായ യേശുവിനെ മാനസികമായി തളർത്തിയ പോലെ വേറെ ആരെയും ലോകത്തിൽ മാനസികമായി തളർത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. മറിയയുടെ മകൻ, ജോസഫിന്റെ മകൻ, ഹല്ലേലൂയ, തച്ചന്റെ മകൻ മാനസികമായി തളർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവൻ പിശാചിനെ കൊണ്ടാണ്, ബെൽസെബൂലിനെ കൊണ്ടാണ് ഇവന് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. മാനസികമായി തളർത്തുന്നതിന് വേണ്ടി കൂടെ തളർത്തുകയായിരുന്നു, ദൂഷണം പറഞ്ഞുകൊണ്ട്. ഇത്രയും ആരും ചെയ്തിട്ടൊന്നുമില്ല. മുൾക്കിരീടം വെച്ചത് ഒടുവിലായിരുന്നു.
മുൾക്കിരീടം അന്ന് മുതലാണ് വെച്ചത്. കർത്താവ് എന്ന് ശുശ്രൂഷ തുടങ്ങി അന്ന് മുതൽ മുൾക്കിരീടമായിരുന്നു. ശുശ്രൂഷിക്കുന്നതിന് മുമ്പും കർത്താവിനെ കുറിച്ച് എപ്പോഴും പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അത് രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വായിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കും. മാനസികമായി തളർന്നു പോകേണ്ട സ്ഥാനത്ത് തളരാതെ നിന്നത് എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തളരാതെ നിൽക്കുവാൻ ഞാനും നിങ്ങളും പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കഷ്ടത, നിന്റെ കയ്പിന്റെ അനുഭവം ഞാൻ അറിയുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ നീ സുഗന്ധം വീശണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് സ്മരണ സഭയോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നീ വിശ്വസ്തയായിട്ടിരുന്നാൽ ജീവകിരീടം പ്രാപിക്കും. എത്ര പേർക്ക് ജീവകിരീടം വേണമെന്ന് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ജീവകിരീടം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസന്മാര്, നിങ്ങൾ സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ, വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ, ഉയരുമ്പോൾ തലയിൽ കരം വെച്ചിട്ട് പറയുന്നത്, മരണപര്യന്തം വിശ്വസ്തയായിരുന്നാൽ ജീവകിരീടം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. മരണപര്യന്തം വിശ്വസ്തരായിട്ടിരിക്കണം. ആരുടെ സന്നിധിയിലാണെന്നറിയാമോ? ദൈവസഭയിലും ദൈവത്തോടും വിശ്വസ്തരായിട്ടിരുന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഇന്ന് അനേകർ സ്നാനപ്പെടുന്നുണ്ട്. എന്തിനാ സ്നാനപ്പെടുന്നതെന്ന് പോലും അവർക്ക് അറിയത്തില്ല. സ്നാനപ്പെട്ടതിന് ശേഷം പിന്നെ തിരിച്ച് അവർ നേരത്തെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ പോയി അവിടെ ദൈവമല്ലയോ ചോദിക്കുന്നത്? ദൈവമാണ്. അവിടെ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റോമാലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. അപ്പൊ മതി. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരോഹിത്യ ശുശ്രൂഷയിലാണ്. അവിടെ ദൈവമുണ്ടോ? അവിടെ എന്താ ഉള്ളതെന്ന് പറയാം. എന്താ അമ്മ അവിടെ ഉള്ളത്? അപ്പൊ പിന്നെ കോപത്തിലേക്ക് പോയാൽ നിനക്ക് എന്നാ പ്രയോജനം? കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് യേശുവിനോട് ചേർന്നത്. പിന്നെ നീ ന്യായപ്രമാണം മോശയോട് ചേർന്നാൽ, അല്ലെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണത്തോട് ചേർന്നാൽ പിന്നെ നീ എന്തായി തീർന്നു? അപ്പൊ പിന്നെ കോപത്തിന് വേണ്ടി പിന്നെ പോവാ. എന്തിനു വേണ്ടി? ആർക്കറിയാം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ബൈബിളിനകത്ത് വായിച്ചാൽ ഇതിന് കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ ഒന്നും വേണ്ടാന്ന് ഞാൻ ഇതുകൊണ്ടാണ് പറയുന്നത്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എനിക്കും മനസ്സിലാകും. ഇതിന് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വ്യാഖ്യാനമില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറയാനിടയായി, കർത്താവിൻ്റെ ദാസന്റെ പ്രസംഗം ഞങ്ങൾക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഞാനെന്താ ചെയ്തു? അത് വിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന മാതിരിയാണ് വരുന്നതെന്ന്. ഞാൻ നിങ്ങളെ അടിച്ചേൽപ്പിക്കാമെന്ന് ചെയ്യുന്ന മാമേ? വിശ്വാസം അടിച്ചേൽപ്പിക്കുകയാണത്. എനിക്കറിയത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് അസ്ത്രം പോലെ നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനൊന്നും ചെയ്തിട്ടല്ല വരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അടിച്ചേൽപ്പിക്കുന്നത്, ഞാനല്ല അടിച്ചേൽപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അടിച്ചേൽപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് പറയുകയാണ്. സിമ്പിളായിട്ട് അതിനകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യത്തിന് അതൊന്നുകൂടെ ഒന്ന് വായിച്ചേ മാമേ. സിമ്പിൾ അല്ലയോ എന്ന് ചോദിക്കേ. 4:15. അതന്നെ. ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു. അപ്പൊ ന്യായപ്രമാണ കോപമാണെന്നുണ്ടെങ്കിൽ പിന്നെ മതി മാമേ. ന്യായപ്രമാണത്തിലേക്ക് പോയാൽ എന്ത് പറ്റുന്നു? അപ്പൊ കൃപാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കൃപാന. പണ്ട് ഞാൻ യാക്കോബായിലായിരുന്നപ്പോൾ എൻ്റെ നാട്ടുകാരനും പള്ളിക്കാരനും അയലോക്കത്തുകാരനും ഒന്നിച്ച് പഠിച്ചതുമായ ഒരാളായിരുന്നു അച്ഛൻ. ആ അച്ഛന് ഒരു ദിവസം മദ്ബഹായിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്, കുർബാന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് എല്ലാവരോടും ചോദിച്ചു. ആർക്കും അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു 7-11 ഓർത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് 7-11. 7-11 അമേരിക്കയിൽ അറിഞ്ഞുകൂടാത്ത ഒരു ചുരുക്കമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും 7-11 അറിയത്തില്ലേ?
അറിയാമെന്ന് വിശ്വസിക്കുന്നു. 7-11 അറിയാമെന്നുണ്ടെങ്കിൽ ഇനി അതിനിപ്പുറത്തോട്ട് മർക്കോസ് 7:11 എന്ന് എഴുതിയാൽ മതി. മർക്കോസിന്റെ സുവിശേഷം 7:11 എന്ന് വായിച്ചേ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കൊബ്രാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അമ്മ വായിച്ചത് തെറ്റാ, ഒന്നുകൂടെ വായിച്ചപ്പോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള ഖുർബാൻ. അപ്പൊ ഖുർബാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? ഖുർബാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? വഴിപാടെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? യാഗം. നോ, യാഗം. യാഗം. അപ്പൊ യാഗം എവിടെയാ ഉള്ളത്? പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ? അപ്പം ന്യായപ്രമാണത്തിന്റെ കീഴിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിത്തീരുന്നു നീ? അപ്പൊ പിന്നെ സ്നാനപ്പെട്ടതിന് ശേഷം പിന്നെ കോപത്തിലേക്ക് പോയാൽ നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അപ്പൊ ഇത് ഒരുപാട് പേര് അനുഭവിച്ചിട്ട് പിന്നെ മനസ്സിലാകുന്നില്ല ആർക്കും. അപ്പൊ പറയാം, മോനച്ചും പാസ്റ്റർ നീ വിശ്വാസം അടിച്ചേൽപ്പിക്കാം. ഞാൻ അടിച്ചേൽപ്പിച്ചൊന്നുമില്ല, സത്യം പറഞ്ഞു തരുന്നതുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. 11-ാമത്തെ വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട്, ചെവിയുള്ളവൻ കേൾക്കുക എന്നാണ് കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പരശുശ്രൂഷയുടെ വേളയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റെവലേഷനകത്ത് 7 സഭയോടും പറയുന്നുണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. യെശയ്യാപ്രവചനത്തിൽ പറയുന്നത് ചെവി അയച്ച് എൻ്റെ അടുക്ക് വന്ന് നന്മ അനുഭവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ചെവി അയച്ച് വരേണ്ടത്? എന്തിനാണ് ചെവി ഓർത്ത് കേൾക്കേണ്ടത്? ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരത്തില്ല. എവിടെയാണ് ഈ 2-ാം മരണം? ആദ്യത്തെ മരണത്തിൽ നിന്ന് ജനിച്ചവന് 2-ാം മരണത്തിൽ 2-ാം മരണം ഉണ്ടാകത്തില്ല. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണം എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചുവരവില്ലാത്ത എന്നേക്കുമായിട്ടുള്ള ഒരു പോക്കാണ്. അത് പിശാചിൻ്റെ അധികാരത്തിന് കീഴിലുള്ളതാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുള്ളത്. അവൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് 2-ാം മരണം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് 20-ാം അധ്യായത്തിൽ പറയുന്ന 1-ാം മരണം 2-ാം മരണം. അതൊന്ന് വായിച്ചാൽ അതിൻ്റെ 20-ന്റെ 6 വായിച്ചാട്ടെ മാമൻ. വെളിപ്പാട് പുസ്തകം റെവലേഷൻ 26. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിന് ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അപ്പൊ ആരാണ് വാഴുന്നതെന്ന്, കോപത്തിന് ഹേതുവായവര് 2-ാം മരണത്തിൽ വാഴാനൊന്നും പറ്റത്തില്ല. പ്രിയ ദൈവമക്കളെ, ആര് വാഴുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ാം മരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. എപ്പോഴാണ് 1-ാമത്തെ പുനരുത്ഥാനം നടക്കുന്നത്? 1-ാമത്തെ പുനരുത്ഥാനം നടക്കുന്നത് റോമാലേഖനം 6-ാം അധ്യായം 4-ഉം 5-ഉം വാക്യം വായിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. വായിച്ചു റോമാലേഖനം 6-ന്റെ 5-ഉം 4-ഉം 5-ഉം വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചത് ആയെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അതാണ് 1-ാമത്തെ പുനരുത്ഥാനം. അതിനകത്ത് പങ്കുള്ളവരാ ഭാഗ്യവാന്മാർ. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരം ഇല്ല. അതാണ് സ്നാനം. സ്നാനപ്പെട്ടതിന് ശേഷം പിന്നെ കോപഹേതുവിന് പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കോപത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ നീ മരണത്തിലേക്ക് പോയി കഴിഞ്ഞു. അവിടെ നിന്ന് രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. കർത്താവിന് പോലും പറ്റത്തില്ല. നീ തന്നെ വരണം. വലിയ വെളിപ്പാടുകളാണ് ഇത്. പ്രാപിക്കണം.
വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കർത്താവിൽ നിന്ന് പ്രാപിച്ചെങ്കിലേ ഇത് പറ്റത്തുള്ളൂ. പറയുന്നത് ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നത്. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം പ്രാപിക്കും. ദൈവസഭയോട് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ദൈവമക്കളോട് പറയുന്നത്, ജയിക്കുന്നവന് മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം പ്രാപിക്കും. അത് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. രണ്ടാമത് പറയുന്നത്, ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് സ്നാനപ്പെട്ട് വരുമ്പോൾ തന്നെ ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്, പ്രോമിസ് പറഞ്ഞിട്ടുണ്ട്. അത് പ്രാപിച്ചെടുക്കണം. വിശ്വസ്തയോടെ സേവിക്കണം കർത്താവിനെ. എന്താണ് വിശ്വസ്തത? എല്ലാത്തിലും വിശ്വസ്തത കാണിക്കണം. ഒരുപാട് കാര്യമുണ്ട് വിശ്വസ്തതയെക്കുറിച്ച് പറയാൻ. അങ്ങനെ ഓരോന്ന് പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓരോ വീട് എടുത്ത് പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്നോ നാളെ കൊണ്ടോ ഒന്നും തീർക്കാൻ പറ്റത്തില്ല. എന്താണ് പറഞ്ഞ നിമിഷം? എനിക്ക് ജയിക്കണം, നിങ്ങൾക്ക് ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ജയിക്കേണ്ടത്? എല്ലാ വിചാരത്തെയും എല്ലാ സങ്കല്പങ്ങളെയും ദൈവവചനത്തിന് വിരുദ്ധമായി ഉണ്ടാക്കുന്ന എല്ലാ പോരുകളെയും നിങ്ങൾ ജയിക്കണം. എങ്ങനെ? ആത്മമണ്ഡലത്തിൽ ജയിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കഷ്ടത ഞാൻ അറിയുന്നു, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. എന്നാൽ യഹൂദന്മാർ എന്ന് പറയുന്നവരെങ്കിലും, യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന് പേരുണ്ട്, ക്രിസ്ത്യാനി അല്ലാത്തവരെ ഞാൻ അറിയുന്നു. അവരുടെ സാത്താൻ്റെ പള്ളിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൂസിഫറെ ആരാധിക്കുന്നവരുടെ കാര്യമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. സാത്താൻ്റെ പള്ളിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വിഗ്രഹാരാധന സാത്താൻ്റെ പള്ളിക്കാരാണ്. പ്രൈസലോട്. വിഗ്രഹാരാധന. എന്നെ അല്ലാതെ കർത്താവ് നിങ്ങളൊരു വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതിന് വിരോധമായി ചെയ്യുന്നത് മുഴുവനും വിഗ്രഹാരാധനയാണ്. പ്രൈസലോട്. എന്താണ് വിഗ്രഹാരാധന? പ്രൈസലോട്. 1 ശമൂവേൽ 15-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് 22-23. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. അപ്പൊ ദൈവവചനത്തിനോട് ശടിച്ചു നിന്ന അമ്മാവൻ മതി. ദൈവവചനത്തോട് ശടിച്ചു നിന്നാൽ നീ വിഗ്രഹം ഉണ്ടാക്കേണ്ട. വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിനെ ആരാധിക്കുന്നതാണ് കർത്താവിൻ്റെ പക്ഷം. കർത്താവ് പറഞ്ഞ ലാംഗ്വേജാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഇതിൽ നിന്നല്ല ഒഴിഞ്ഞ് ജയിച്ചാൽ, വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചാൽ നിങ്ങൾക്ക് ജീവകിരീടം കിട്ടും. അത് മാത്രമല്ല, ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു.